നമസ്കാരം. ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അവർ ഒരു മാതൃകാ ദമ്പതികളായിരുന്നു. ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഇൻഫോസിസ് കമ്പനിയിലെ HR മാനേജറായ സതീഷ് ഗുപ്തയും ഡൽഹി പബ്ലിക് സ്കൂളിലെ ഗണിതാധ്യാപികയായ പ്രിയങ്ക ഗുപ്തയും. സാമ്പത്തിക ഭദ്രത, മികച്ച ജോലി, സ്നേഹമുള്ള കുടുംബം. 10 വയസ്സിൻ്റെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും 3 വർഷത്തെ അവരുടെ ദാമ്പത്യം സന്തോഷകരമാണെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. 2010 ഓഗസ്റ്റ് 10 ആ പുലർച്ചെ ബാംഗ്ലൂർ നഗരത്തെ ഒന്നടങ്കം നടുക്കിയ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. സ്നേഹത്തിൻ്റെ മറവിൽ സതീഷ് ഒരുക്കിയ ആ സർപ്രൈസ് ഗിഫ്റ്റ് പ്രിയങ്കയുടെ മരണമായിരുന്നു. എങ്ങനെയാണ് ഒരു ഭർത്താവ് ഇത്രയും ക്രൂരമായ ഒരു തിരക്കഥ മെനഞ്ഞത്? ആ അന്വേഷണത്തിൻ്റെ നാൾവഴികളിലൂടെ 2010 ഓഗസ്റ്റ് 10 പുലർച്ചെ 5:30 സതീഷ് പതിവ് പോലെ തൻ്റെ സുഹൃത്തും അയൽക്കാരനുമായ കിഷോറിനൊപ്പം ജോഗിങ്ങിനായി വീട്ടിൽ നിന്നിറങ്ങി. അവർ ഗ്രൗണ്ടിൽ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കെ കൃത്യം 5:38 സതീഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അത് പ്രിയങ്കയായിരുന്നു. മാഗസിൻ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് 2 പേർ വന്നിട്ടുണ്ടെന്നും വാതിലിൽ തട്ടുന്നുണ്ടെന്നും അവർ പരിഭ്രമത്തോടെ പറഞ്ഞു. താൻ അങ്ങനെയൊന്നും ഓർഡർ ചെയ്തിട്ടില്ലെന്നും അവരോട് പിന്നീട് വരാൻ പറയണമെന്നും പറഞ്ഞ് സതീഷ് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ സതീഷ് വല്ലാത്തൊരു വെപ്രാളം പ്രകടിപ്പിച്ചു. പ്രിയങ്ക അപകടത്തിലാണെന്ന് സുഹൃത്തിനോട് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പാഞ്ഞു. വീടിൻ്റെ വാതിൽ പൂട്ടിയിരിക്കുകയായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും പ്രതികരണമില്ല. സ്പെയർ കീ ഓഫീസിലാണെന്ന് പറഞ്ഞ് സതീഷ് കാറെടുത്ത് ഇൻഫോസിസ് ഓഫീസിലേക്ക് പോയി. തിരികെ വന്ന് വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഭീകരമായ കാഴ്ചയായിരുന്നു. കൈകാലുകൾ കസേരയിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു പ്രിയങ്കയുടെ മൃതദേഹം. കഴുത്ത് അതിക്രൂരമായി അറുക്കപ്പെട്ടിരുന്നു. വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളും 2 ലക്ഷം രൂപയും മോഷണം പോയിട്ടുണ്ടെന്ന് സതീഷ് പോലീസിനെ അറിയിച്ചു. ന്യൂസ് പേപ്പർ ഏജന്റ് എന്ന് പറഞ്ഞു വന്നവരാണ് ഇത് ചെയ്തതെന്നായിരുന്നു സതീഷിൻ്റെ മൊഴി. ഒറ്റനോട്ടത്തിൽ ഇതൊരു കൊലപാതകത്തോടു കൂടിയ മോഷണമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ചില കാര്യങ്ങൾ പന്തികേട് തോന്നി. ബലപ്രയോഗത്തിൻ്റെ അഭാവം. 2ാമത്തെ നിലയിലുള്ള ആ ഫ്ലാറ്റിലേക്ക് ഒരാൾ അതിക്രമിച്ചു കയറിയതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രിയങ്കയുടെ കഴുത്തറക്കുമ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കുറവായിരുന്നു. അവൾ സ്വയം കൈകൾ കെട്ടാൻ സമ്മതിച്ചതുപോലെ തോന്നി. പ്രിയങ്ക സതീഷിനെ വിളിച്ചു എന്ന് പറയുന്ന സമയത്ത് അവളുടെ ഫോണിൻ്റെ ലൊക്കേഷനും സതീഷ് നിന്നിരുന്ന ഗ്രൗണ്ടിൻ്റെ ലൊക്കേഷനും ഒന്നായിരുന്നു. പ്രിയങ്ക വീട്ടിലിരുന്നാണ് വിളിച്ചതെങ്കിൽ ലൊക്കേഷൻ മാറേണ്ടതായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സതീഷ് തകർന്നുപോയി. അവൻ വെളിപ്പെടുത്തിയ സത്യം ഏതൊരു മനസാക്ഷിയെ മരവിപ്പിക്കുന്നതായിരുന്നു. സതീഷ് പ്രിയങ്കയ്ക്ക് ഇടയ്ക്കിടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകുമായിരുന്നു. അത് നൽകുന്നതിന് മുമ്പ് അവളുടെ കണ്ണുകൾ കെട്ടുന്നതും കൈകൾ കസേരയിൽ കെട്ടിയിടുന്നതും ഒരു രസമായി അവൻ തുടങ്ങി വെച്ചിരുന്നു. ആ വിശ്വാസത്തെയാണ് അവൻ മുതലെടുത്തത്. അന്ന് പുലർച്ചെ സതീഷ് ജോഗിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രിയങ്കയെ കസേരയിൽ കെട്ടിയിട്ടു. സർപ്രൈസ് ഗിഫ്റ്റ് പ്രതീക്ഷിച്ച് കണ്ണടിച്ചിരുന്ന പ്രിയങ്കയുടെ കഴുത്തിൽ സതീഷ് ഒരു നൈലോൺ കയറ് മുറുക്കി. ശ്വാസം മുട്ടി അവൾ പിടഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള കത്തി കൊണ്ട് അവൻ അവളുടെ കഴുത്തറുത്തു. ശേഷം കൊലപാതകം മോഷണമാണെന്ന് വരുത്താൻ ആഭരണങ്ങൾ മാറ്റി. പ്രിയങ്കയുടെ ഫോൺ കൈക്കലാക്കി അവൻ സുഹൃത്തിനൊപ്പം ജോഗിങ്ങിന് പോയി. അവിടെ വെച്ച് പ്രിയങ്ക സംസാരിക്കുന്നത് പോലെ അഭിനയിച്ച് അവൻ മറ്റൊരു ഫോണിൽ നിന്ന് അവൾക്ക് കോൾ ചെയ്യുകയായിരുന്നു. സുഹൃത്തിനെ സാക്ഷിയാക്കാൻ വേണ്ടിയായിരുന്നു ഈ നാടകം. സതീഷിന്റെ ഭാഷ്യത്തിൽ പ്രിയങ്ക അവന്റെ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയിരുന്നു. കുഞ്ഞിനെ കാണാൻ അവരെ അനുവദിച്ചിരുന്നില്ല. പുതിയ വീടിന്റെ പൂജയ്ക്ക് മാതാപിതാക്കളെ വരാൻ സമ്മതിക്കാതിരുന്നതാണ് അവനെ പ്രകോപിപ്പിച്ചത്. എന്നാൽ പ്രിയങ്കയുടെ വീട്ടുകാർ ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. സതീഷിന്റെ വീട്ടുകാർ പ്രിയങ്കയെ സ്ത്രീധനത്തിന്റെ പേരിലും മറ്റും മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് അവർ ആരോപിച്ചു. നീണ്ട 7 വർഷത്തെ നിയമ പോരാട്ടം. ഒടുവിൽ 2017 കോടതി സതീഷ് ഗുപ്തയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഹൈക്കോടതിയും ഈ ശിക്ഷ ശരിവെച്ചു. ഒരു വിദ്യാലയത്തിലെ 100 കണക്കിന് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകിയിരുന്ന ഒരു അധ്യാപിക താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന പങ്കാളിയാൽ തന്നെ വഞ്ചിക്കപ്പെട്ടു. പ്രിയങ്കയുടെ മരണം സമൂഹത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ്. വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ഒരാളുടെ സ്വഭാവത്തിന് ഗ്യാരണ്ടി നൽകുന്നില്ല. പ്രിയങ്ക അവസാനം വരെ വിശ്വസിച്ചിരുന്നത് തനിക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു വലിയ സമ്മാനമാണെന്നാണ്. എന്നാൽ അത് തൻ്റെ മരണമാണെന്ന് ആ പാവം അറിഞ്ഞില്ല. വിശ്വാസത്തിൻ്റെ പുറത്ത് നാം കണ്ണടയ്ക്കുമ്പോൾ കൂടെയുള്ളവർ ആരാണെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും വൈകിപ്പോകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ജനശബ്ദം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.